കർമ്മ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഉയർപ്പിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ലോകമെങ്ങും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ജീവിതത്തിന്റെ പ്രത്യാശാ നിർഭരമായ പ്രഭാതത്തിൽ തെളിയുന്ന അനുഭവങ്ങളുടെ കലവറയാണ് ദൈവപുത്രന്റെ ഉയർപ്പ് പെരുന്നാൾ. നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയ ദുഃഖവെള്ളിയുടെ മധ്യാഹ്നത്തിന്റെ തീരാവേദനയുടെയും കുറ്റപ്പെടുത്തലുകളുടെയും അവഹേളനത്തിന്റെയും അനുഭവങ്ങളിലും യേശുക്രിസ്തു പീഡനങ്ങൾ അനുഭവിച്ച കുരിശുമരണം, ദുഃഖവെള്ളിയുടെ അനുഭവങ്ങളിൽ നിന്ന് ചേർത്ത് പിടിക്കലിന്റെയും മരണത്തെ കീഴ്പ്പെടുത്തലിന്റെയും പ്രത്യാശയുടെ ജ്വാലമാണ് ഉയർപ്പിന്റെ പെരുന്നാളായ ഈസ്റ്റർ. കുരിശുമരണത്തിന് ശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ദേവാലയങ്ങളിലെല്ലാം തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. രാത്രി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഈസ്റ്റർ കുർബാനയ്ക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകം ഭയപ്പെടുന്നതിലും യുദ്ധം എല്ലാവരെയും വേദനിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ലോകത്തെ ഭയം മാറുവാനും യുദ്ധം അവസാനിപ്പിക്കുവാനും ഈ ഉയർപ്പ് ദിനം പ്രാർത്ഥിക്കണമെന്നതാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. യുദ്ധഭീതിയിൽ നിന്നും അതിവേഗം ലോകം മുക്തി നേടാൻ അവിടെ പ്രാർത്ഥിക്കണമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള മലയാളി സഹോദരങ്ങൾ കടുത്ത ആശങ്കയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പാറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ ഡോക്ടർ ജോസഫ് മാർ ബെർണവാസ് ആഫ്രിക്കൻ മെത്താപ്പൊലീത്ത ഈസ്റ്റർ സന്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മനസാക്ഷിക്ക് അനുസരിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരാൾ പോലും വോട്ട് പാഴാക്കരുതെന്നും രാജ്യത്ത് പുതിയ നിയമങ്ങളൊക്കെ വരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ നിയമത്തെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. സഭയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവരെല്ലാവർക്കും വേണ്ടി അവിടെ സ്നേഹഭവനമായി വന്ന് അവിടെ അത് നടത്തിക്കൊണ്ടു പോകുന്ന കാര്യം സകലർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഓർമ്മിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ സംഘടിപ്പിച്ച ഈസ്റ്റർ പ്രാർത്ഥനാ ചടങ്ങിൽ സന്ദേശം നൽകുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമിക്സ് കാത്തോലിക്ക ബാവയാണ് ഇക്കാര്യങ്ങൾ എടുത്തു പറയുന്നത്. അതേപോലെ എറണാകുളം സെന്റ് ഫ്രാൻസിസ് RCC കത്തീഡ്രലിൽ നടന്ന ഈസ്റ്റർ ദിന ആ തിരുവ് കർമ്മങ്ങൾക്ക് വാരാപ്പുഴ അതിരൂപത സഹ മെത്രാൻ ഡോക്ടർ ആന്റണി വാളുങ്കലാങ്ങട്ടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികളാകട്ടെ പാതിര കുർബാനയിൽ പങ്കെടുക്കുകയും മാത്രമല്ല ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് പോലും അവിടെ വലിയ രീതിയിൽ കല്ലറകളിൽ പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കുകയും മാത്രമല്ല നീതി നിഷേധം എന്ന് യാക്കോബായ സഭയിൽ അത് ഉണ്ടായിട്ട് പോലും അവർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈസ്റ്റർ വിദ്വേഷത്തെയും വെറുപ്പിനെയും അവിടെ പുറത്താക്കുകയും ശക്തരെ താഴെ ഇറക്കുകയും ചെയ്യുന്നുവെന്ന് പോപ്പ് ലിയോ 14 ഇവിടെ ഈ ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ നടന്ന ഈസ്റ്റർ ആ ഒരു സന്ദേശത്തിൽ അദ്ദേഹം സംസാരിക്കവെയാണ് പാതിര കുർബാനയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതേപോലെ മാർപ്പാപ്പയായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഈസ്റ്റർ സന്ദേശം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല വിഭജിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ആ ഒരു പാപത്തിന്റെ കാഠിന്യത്തോടുകൂടി ദൈവം സ്നേഹത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കുന്നുവെന്നും അത് ജീവനെ ഓർമ്മിപ്പിക്കുകയും പുനർസ്ഥാപിക്കുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം ഈ ഒരു സന്ദേശത്തിലൂടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.